ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മഫിനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡർ, പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിൽ തള്ളിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വിസ്കിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഒരു ബൗളിലോട്ട്. പിന്നീട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇവയൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വിസ്കിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. നല്ല പോലെ മറ്റുള്ള കേക്കുള്ള പോലെ ബീറ്റ് ചെയ്ത് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്ക് കൂടിയപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ ആയിട്ട്. ഇനി നമ്മളിത് കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിറയെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഇത് പൊന്തി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തത് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് കേക്കിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വേണം പറഞ്ഞിട്ട് ഒരു പീസ് ഡയറി മിൽക്ക് അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു കേക്കിലേക്ക് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട്. അവൾക്ക് ഉള്ളിൽ ചോക്ലേറ്റ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരെണ്ണം. ബാക്കിയൊക്കെ പിന്നെ തികയാത്തതുകൊണ്ട് മേലെ മാത്രം കുറച്ച് കട്ട് ചെയ്തിടുക ചെയ്തത്. അങ്ങനെ ബേക്ക് ചെയ്തെടുത്തൊരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊടുത്തപ്പോഴേക്കിനും നമ്മുടെ കേക്കൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.